പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ തക്കവണ്ണം, സ്തോത്രം, സുവിശേഷ സംഗീതങ്ങൾ ആലപിപ്പാൻ തക്കവണ്ണം നിൻ്റെ ഭൃത്യന്മാരെ ദൈവം ഇന്ന് രാത്രിയിൽ അഭിഷേകം ചെയ്യുമാറാകണമേ. ജനത്തെ ദൈവം കൂട്ടിവരുത്തുമാറാകണമേ. ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കുമാറാകണമേ. ഹൃദയദൃഷ്ടിയെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിക്കുമാറാകണമേ. ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ കർത്താവ് നൽകി തരുമാറാകണമേ. ദൈവവചനം സംസാരിപ്പാൻ നിൻ്റെ ഭൃത്യനെ അധികാരപ്പെടുത്തുമാറാകണമേ. നല്ല പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിക്കുമാറാകണം. ആലയത്തെയും പരിസരത്തിലെയും കർത്താവിൻ്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്തു കൊള്ളുമാറാകണം. ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, രോഗികളെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ തക്കവണ്ണം, ദൈവമക്കളെ പ്രത്യാശ പുതുക്കുവാൻ തക്കവണ്ണം ഈ സുവിശേഷ മഹായോഗ മുഖാന്തരം ഇടയാകേണ്ടതായ ഇടങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാമ മഹത്വത്തിന് വേണ്ടി കർത്താവേ, ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ആയിത്തീരുവാൻ ദൈവം കൃപ ചെയ്യുമാറാകണം. മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ഇപ്പോൾ ബ്രദർ ബിജു കുമ്പനാടും സിസ്റ്റർ ലിജിയ യേശുദാസും കൂടി എല്ലാ നാവും പാടി വാഴ്ത്തുന്നുള്ള ഗാനം ഇപ്പോൾ അവർ പാടും.
സൗഖ്യദായകൻ എന്നേശു അടിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. അടുത്തൊരു ഇംഗ്ലീഷ് ഗാനമാണ് എബോവ് ഓൾ പവേഴ്സ് എന്ന ഗാനം സിസ്റ്റർ അലീന ഇപ്പോൾ പാടും. Above all powers, above all kings, above all nature and all created things, above
above all thrones, above all wonders the world has ever known, above all wealth and treasures of the earth. There's no way to measure what you're worth. Crucified, laid behind a stone, you lived to die, rejected and alone, like a rose trampled on the ground. You took the fall and thought of me above all. Crucified, laid behind a stone, you lived to die, rejected and alone, like a rose trampled on the ground. You took the fall and thought of me above all, like a rose trampled on the ground. You took the fall and thought of me above all. ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും അതരങ്ങളെ തുറന്ന് അല്പസമയം സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഹോളിനകത്ത് പെയ്തിറങ്ങുവാൻ, ആമേൻ, ഹല്ലേലൂയ, ആ സ്തോത്രം. ഒരു വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി മീറ്റിങ്ങിന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ രാത്രി അനുഗ്രഹിക്കപ്പെടുവാൻ, സ്തോത്രം. ആമേൻ. നമ്മുടെ അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടുവാൻ, ഇന്ന് രാത്രി വന്നതുപോലെ അല്ല, ഒരു വലിയ വിടുതലോടെ തന്നെ ജനത്തെ ദൈവം അയക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നാം എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, തുറന്നു നടക്കുന്ന ശുശ്രൂഷയുടെ എല്ലാം അനുഗ്രഹത്തിനായിട്ട് ഇപ്പോൾ രണ്ട് ദൈവദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർ ഷിബു തോമസ്, പാസ്റ്റർ ജോർജ് രാജു എന്നീ ദൈവദാസന്മാർ ഇപ്പോൾ മുൻപോട്ടേ കടന്നു വന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഹാൾ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിൻ്റെ ഒന്നാം രാത്രികാലം ദൈവസനത്തിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന മീറ്റിങ്ങിനെ സ്വർഗത്തിലെ ദൈവം ഏറ്റവും അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. പാടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തെ ശക്തമായി ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇവിടുന്ന് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിപ്പാൻ അങ്ങയുടെ ദാസനെ ഇന്ന് രാത്രികാലം ദൈവം കരങ്ങൾ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവ വചനം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി, വിടുതലായി കർത്താവേ, അത് ഞങ്ങളുടെ ജീവിത ഉദാഹരണമായി മാറ്റപ്പെടേണ്ടതിന് വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാദേശ് മരുഭൂമി നടക്കുന്ന ദൈവത്തിൻ്റെ വചനം, മാൻപെടകളെ പ്രസവിപ്പിക്കാറാക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, വനത്തെ തോലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി കർത്താവേ ഈ ഹാളിനകത്ത് മുഴങ്ങി കേൾക്കുമ്പോൾ ആ ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിന്, വിടുതലിന് കർത്താവേ, രോഗികൾ സൗഖ്യമാകുന്നതിന്, ഞങ്ങളുടെ ജീവിതത്തിലെ ഉദ്ധാരണങ്ങൾക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടയാക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ മീറ്റിംഗിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അതിരാഴങ്ങളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുകയാണ്. വലിയ ദൈവം വെളിപ്പെടുത്തണമേ. സ്വർഗം വലിയ ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്യും. സകല മഹത്വം അവിടുന്ന് നിന്റെ നാമം ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് ഉയർത്തുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കും നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ശാന്തസുന്ദരമായ ഒരു ദിവസം കൂടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ ആഗ്രഹപ്രകാരം, ദൈവനിർണയപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി ലഭിച്ച ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു സുവിശേഷ യോഗം വെക്കുവാൻ ക്രമീകരണം ദൈവം തന്നതിനാൽ നന്ദിയോട് സ്തോത്രം. അതിൻ്റെ ആഗ്രഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം തന്നു. പ്രാർത്ഥനയോട് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിടെ ആക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളാലും നന്മകളാലും കഴിഞ്ഞ നാളുകൾ ഞങ്ങളെ നടത്തിയ ദൈവം
ഇന്ന് പ്രത്യേകാൽ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്ന കർത്തൃഭൃത്യനിൽ കൂടെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദൈവിക അരുളപ്പാടുകൾ ഞങ്ങൾക്ക് തരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ സഹോദരങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം അധികം പുതുക്കം പ്രാപിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്തു ജീവിപ്പാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ കർത്താവേ. വചനം ഞങ്ങളെ മാനസാന്തര അനുഭവത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തട്ടെ. വചനം ജീവിതങ്ങൾക്ക് അവൻ വിടുതലായിരിക്കട്ടെ, അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ, ഈ ദേശത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇതിന് ക്രമീകരണങ്ങൾ ഒരുക്കിയ ഈ ദൈവസഭയ്ക്കായി, ശുശ്രൂഷകനായി, വിശ്വാസികൾക്കായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിച്ച് വഴിയാത്രകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും വേഗത്തിൽ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, ആസ്വദിപ്പാൻ, ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. വരവിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. അലകടലും കുളിരലും എന്നുള്ള പാട്ട് സിസ്റ്റർ ലിജി യേശുദാസ് ഇപ്പോൾ പാടും. അലകടലും കുളിരലയും
രാത്രികാലം ദൈവവചനം കേൾക്കുവാൻ കടന്നു വന്ന ദൈവമക്കളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ചുമതലയിലേക്ക് ഞാൻ കടക്കുന്നു. വിശേഷാൽ ഇന്ന് നമ്മൾ ദൈവവചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ പ്രിയദാസൻ പൗലോസ് പാസ്റ്ററിനെയും കുടുംബത്തെയും ഈ മീറ്റിങ്ങിലേക്ക് അതുമായി സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും പേര് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പേര് പറയുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ പാട്ട് പാടുന്ന സഹോദരങ്ങൾ, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന പ്രിയ RSV, കടന്നു വന്ന എല്ലാ ദൈവത്തെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിന്ന് ഈ അനുഗ്രഹീതമായ ഈ നല്ല സായം സന്ധ്യയിൽ കടന്നു വന്നിരിക്കുന്നതായ UAE-യിൽ നിന്ന് UAE-യിലുള്ളതായ വിവിധ എമിറേറ്റ്സുകളിൽ കർത്താവിനെ സേവിക്കുന്നതായ ദൈവദാസന്മാർ, കർത്താവിൻ്റെ ഭക്തന്മാർ ഇന്ന് രാത്രിയിലെ സുവിശേഷ മഹായോഗത്തിലേക്ക് കടന്നു വന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ 2 ദിവസം നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ വിലപ്പെട്ട അവസരം ദൈവകൃപകൾ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിൻ ശ്രേഷ്ഠനായ കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവപുരത്തിൽ നിന്ന് അനുഗ്രഹമായ സന്ദേശങ്ങൾ കേൾക്കുവാൻ ദൈവം നമുക്ക് ലഭിച്ച് തന്നിരിക്കുന്നതായ വിലപ്പെട്ട അവസരത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നതായ വിശിഷ്ട അതിഥികളെ നിങ്ങളുടെ മുൻപാകെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ തരുണത്തിൽ ഈ അവസരം ഉപയോഗിക്കുവാൻ തക്കോണം താല്പര്യപ്പെടുന്നത്. ഏതാണ്ട് 40 വർഷത്തിന് ശേഷമാണ് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എം. പൗലോസ് അവറുകൾ ഈ രാജ്യത്തിലേക്ക് കടന്നു വരുന്നത്. 1971 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യമായി ഈ ദേശത്ത് കടന്നു വരുന്നത്. ഏതാണ്ട് 40 വർഷത്തിന് ശേഷം വീണ്ടും ഈ രാജ്യത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. തന്നെ സംബന്ധിച്ചൊരു വാക്കിൽ പരിചയപ്പെടുത്തുവാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷം ജീവിതം പ്രസംഗമാക്കിയ ഒരു ക്രിസ്തു ശിഷ്യനാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മോസസ് പൗലോസ്. മാതാപിതാക്കളെയും കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും മക്കളെയും ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുവാൻ മനസ്സിലാത്തവൻ എനിക്ക് ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. അക്ഷരാർത്ഥത്തിൽ തന്നെ തൻ്റെ ജീവിതത്തിൽ അതനുഭവമാക്കിയതായ ഈ ദൈവഭൃത്യൻ, ഈ കാലത്തുള്ളതായ ദൈവഭൃത്യന്മാർക്ക് സുവിശേഷ വേലക്കാരുടെ ഒരു പാഠപുസ്തകമാണ് തൻ്റെ ജീവിതം. തൻ്റെ ജീവിതം മാതൃകാപരമായി മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഒക്കെയും പുറകിൽ അവർക്ക് 2ാം സ്ഥാനം കൊടുത്തിട്ട് യേശുവിനെ സ്നേഹിച്ച് സുവിശേഷത്തിൻ്റെ കത്തുന്ന ആത്മീയ അഗ്നിയുമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും മധ്യേ ഒറ്റപ്പെട്ട് കിടക്കുന്നതായ രാമേശ്വരം എന്ന് പറയുന്നതായ ആ ദ്വീപിൽ അനാചാരങ്ങളുടെയും നരബലിയുടെയും മൃഗബലിയുടെയും ശാരീരിക പീഡനങ്ങൾ മുതലായ അനാചാരങ്ങളുടെയും കർമാചാരങ്ങളുടെയും അതിൻ്റെ സമ്മിശ്രമായ ആ സ്ഥിതിവിശേഷം മൂലം അന്ധകാരപ്രദമായ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പ്രത്യേക ദൈവ നിയോഗപ്രകാരം കടന്നുപോയി സുവിശേഷത്തിൻ്റെ വെന്നിക്കൊടി പാർപ്പിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സുവിശേഷ വിരോധികളാൽ ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും താൻ അനുഭവിച്ചുവെങ്കിലും തൻ്റെ ഉള്ളിൽ കത്തി ജ്വലിച്ചതായ ആ സുവിശേഷ അഗ്നിയെ കെടുത്തിക്കളയുവാൻ തക്കണം ആർക്കും ഒന്നിനും സാധ്യമായി തീർന്നില്ല. അതുമാത്രവുമല്ല, തൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ സുവിശേഷ അഗ്നി ആ സുവിശേഷത്തിന് വേണ്ടി മരണം വരെയും നിലനിൽക്കുവാൻ തക്കണം തൻ്റെ പ്രിയ ഭാര്യ സഹോദരി സരോജത്തെയും തൻ്റെ മക്കളെയും അതിന് സജ്ജരാക്കുവാൻ തക്കണം ആ ദൈവഭൃത്യന് കഴിയുവാൻ തക്കണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കൂടുതൽ തന്നെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. സുവിശേഷത്തിൻ്റെ പങ്കാളിത്തം വഹിപ്പാൻ കഷ്ടനഷ്ടങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും പരിഹാസങ്ങളും ഭീഷണികളും സഹിച്ചുകൊണ്ട് തന്നോടൊപ്പം നിലകൊള്ളുന്നതായ വിശ്വാസധീരയായ ഈ ഭാര്യ സഹോദരി സരോജത്തെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഈ സുവിശേഷ സംഗീത പ്രഭാഷണ സമ്മേളനം 1000 സുവിശേഷകരെ 1000 ദിനത്തിനുള്ളിൽ ഈ UAE പട്ടണത്തിൽ ഈ പ്രവാസികൾ താമസിക്കുന്ന ഈ മണ്ണിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉയർപ്പിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. നമ്മുടെ മധ്യത്തിലെ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ബ്രദർ RSV ജയരാജിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അഗപ്പ മ്യൂസിക്കിൻ്റെ ഡയറക്ടർ, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ മ്യൂസിക്കൽ ഡയറക്ടർ എന്നീ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. ലോകത്തിലുള്ള 5 വൻകരകളിൽ പാർക്കുന്ന മലയാളികൾ ഏറ്റുപാടുന്നായ നല്ല ഗാനങ്ങൾ രചയിക്കുവാൻ തക്കണം, അതിന് ഈണം പകരുവാൻ, അതിന് ലിറിക്സ് ഉണ്ടാക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചതായ അനുഗ്രഹീതായ ദൈവഭൃത്യനാണ് RSV എന്ന ചുരുക്കം പേരിൽ അറിയപ്പെടുന്ന RSV ജയരാജ്. അദ്ദേഹത്തിൻ്റെ ജീവിത കയ്പ് നിറഞ്ഞതായ
പരിവരുത്തതായ ജീവിതാനുഭവങ്ങളിൽ കൂടി പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൽ കൊടുത്തായ പാട്ടുകൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭകളിൽ ക്രിസ്തു ശിഷ്യന്മാർ അത് ഏറ്റുപാടി ആശ്വാസം കൊള്ളുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ ചുമക്കുന്നവൻ, യഹോവ ഇരേ ഇരേ എന്ന് ഇത്യാദി പ്രസിദ്ധമായ പല പാട്ടുകളും എഴുതുവാനും ഈണം പകരുവാനും പാടി ആരാധിക്കുവാനും ഈ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മധ്യത്തിലെ പാട്ട് പാടിക്കൊണ്ടിരുന്ന ബ്രദർ ബിജു കുമ്പനാടിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതനായ ഈ ഗായകൻ ഒരു പ്രസിദ്ധനായ വേർഷിപ്പ് ലീഡറാണ്. ബിജു കുമ്പനാട് ഏതാണ്ട് 700-ലധികം ആൽബങ്ങളിൽ 1200-ൽ പരം പാട്ടുകൾ അദ്ദേഹം ഇതിനോടകം പാടിയിട്ടുണ്ട്. മനോഹരമായ ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്ന ബ്രദർ യേശുദാസ് ജോർജിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 20-ൽ പരം വർഷങ്ങളായി ക്രിസ്തീയ സംഗീത ആൽബങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന 400-ലധികം ആൽബങ്ങൾക്കും നിരവധി പ്രശസ്ത സ്റ്റേജ് പ്രോഗ്രാമുകൾക്കും അദ്ദേഹം ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്തീയ സംഗീതജ്ഞൻ. അവസാനമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത് സിസ്റ്റർ ലിജി യേശുദാസിനെയാണ്. കഴിഞ്ഞ 9 വർഷമായി മലയാള ക്രൈസ്തവ സംഗീതത്തിന് മെലോഡി ഗാനങ്ങളിലൂടെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ അനുഗ്രഹീത ഗായികയാണ് സിസ്റ്റർ ലിജി യേശുദാസ്. ഏതാണ്ട് 100-ലധികം ആൽബങ്ങളിലും അനേക വേദികളിലും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ ഈ അനുഗ്രഹീത ഗായിക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മധ്യത്തിലെ ഗാന ശുശ്രൂഷയ്ക്ക് റിതം പാട് പ്ലേ ചെയ്യുന്ന ബ്രദർ ജോൺസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കൺവെൻഷനുകൾ അദ്ദേഹം സ്ഥിരമായി കടന്നു വരികയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ബേസ് ഗിറ്റാർ പ്ലേ ചെയ്യുന്ന ബ്രദർ മെൽവിനാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യുഎയുടെ വിവിധ സഭകളിൽ നിന്നും കടന്നു സംബന്ധിക്കുന്ന ബഹുമാന്യരായ വിശ്വാസി സമൂഹം, വിവിധ സഭ അധ്യക്ഷന്മാർ, സുവിശേഷ പ്രവർത്തകർ, വിവിധ ക്യാമ്പുകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന തമിഴ്, മലയാളം, ശ്രീലങ്കൻ സ്നേഹിതർക്കും മാനവജാതിയുടെ ഏകരക്ഷകനായ ശ്രീ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സുവിശേഷ സംഗീത പ്രഭാഷണ മിഷൻ ചലഞ്ച് സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. അടുത്തതായിട്ട് ഒരു തമിഴ് ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ബ്രദർ ബിജു കുമ്പനാടിനെ അതിനായിട്ട് ക്ഷണിക്കും. ഉയരുള്ള കൺമലയേ ഉമദന്തിനാ ഉയർപ്പിലും എന്നയുമേ കரை தேடும் ஓடம் தான் കളങ്കரை விளக்கம் தான் கரம் நீட்டி நீ கரம் பற்றி நீ துதி பாடுவேன். ஓ ഉറവാടുവേ ഉயிருള്ള കൺമലയേ ഉമദന്തിനാ ഉയർപ്പിലും എന്നയുമേ കரை தேடும் ஓடம் தான் കളങ്കரை വിളക്കം നീ കരം നീട്ടി നീ കരം പറ്റി നീ തുതി സാറ്റുവേ.
சோதனைகள் பெரும் வேதனைகள் துன்ப வேலைகளின் திருஸ்வந்தம் போதும் போதும் உந்தன் கிருபை போதும் எந்தன் வாழ்வில் என்றும் அது தொடரும் சோதனைகள் பெரும் வேதனைகள் துன்ப வேலைகளின் திருஸ்வந்தம் பேற்றும் உன்னை வழி காற்றும் உன்னை பேற்றும் உன்னை வழி காற்றும் உன்னை உறவாடுவே உயிருள்ள கண்மலையே உமதன்